അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. കാനൂസ് റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് റമളാനിൻ്റെ തുടക്കം മുതൽ തുടർന്നു വരുന്ന കാനൂസിൻ്റെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനെ മാനുഷികമായി പരിഗണന വെച്ചുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളെയും മാറ്റിയെടുത്ത് പുതിയ ഒരു മനുഷ്യനാക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയാക്കുന്നതിന് വേണ്ടിയുമാണ് പരിശുദ്ധമായ റമളാനിലെ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത്. നോമ്പിനെ കുറിച്ച് ആദ്യം തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആത്മശുദ്ധി കൈവരുത്താൻ വേണ്ടി എന്നുള്ളതാണ്. ഈ പരിശുദ്ധമായ റമളാൻ വിട പറയുന്ന സമയത്ത് ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയവും അത് തന്നെയാണ്. റമളാനിൻ്റെ മുമ്പുള്ള മനുഷ്യൻ തന്നെയാണോ റമളാൻ ആയിട്ടും നാം എന്ന് ഒന്നാമതായി ചിന്തിക്കുക. പല ദുസ്വഭാവങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, മതത്തിനും സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല ദുസ്വഭാവങ്ങളുടെയും ഉടമകളായി നമ്മൾ ജീവിച്ചു റമളാനിൻ്റെ മുമ്പ്. മദ്യത്തിൻ്റെ, ലഹരിയുടെ, മയക്കുമരുന്നിൻ്റെ, അനാശാസ പ്രവർത്തനങ്ങളുടെ, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. പക്ഷേ പരിശുദ്ധമായ റമളാൻ ഇതെൻ്റെ സൃഷ്ടാവ് എനിക്ക് നന്നാവാൻ തന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കി പരിശുദ്ധമായ റമളാനിനെ ഉപയോഗപ്പെടുത്തുകയും പാപമോചനം തേടി ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മുന്നിട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് വലിയ ഭാഗ്യമാണ് ഈ റമളാനിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ആത്മപരിശോധന റമളാനിലൂടെ ആത്മീയമായ ആത്മശുദ്ധി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്, ഈ റമളാൻ വിട പറയാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മുടെ ചിന്ത വരേണ്ടത് റഹ്മത്ത്, അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം. നമുക്കറിയാം, പടച്ച റബ്ബ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരദാനമായി നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് കാരുണ്യം എന്ന് പറയുന്നത്. വളരെ പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. ദുനിയാവിൽ ഈ ലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം. നാളെ പരലോകത്ത് രക്ഷപ്പെടാനും കാരുണ്യം വേണം. മാത്രമല്ല, ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള ഒരു മാധ്യമം എന്നുള്ള നിലക്ക് മാത്രമല്ല കാരുണ്യത്തെ കാണേണ്ടത്. നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സഹയാത്രികരോട്, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മുടെ കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, മക്കളോട്, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. പരിശുദ്ധ റമളാൻ ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കരുണ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഉമ്മയെ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കാൻ, ഉപ്പയെ സ്നേഹത്തോടെ ഉപ്പ എന്ന് വിളിക്കാൻ, ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറാൻ, മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ പടച്ച റബ്ബ് ആദ്യത്തെ 240 മണിക്കൂറിൽ നമുക്ക് നൽകിയ ഒന്നാമത്തെ 10 റഹ്മത്ത് നമുക്ക് കിട്ടി. അതിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷിക്കാം. അപ്പൊ റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സമയമാണ്. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധമായ റമളാൻ വിട പറയാൻ പോകുന്ന 2 ദിവസം മാത്രം, കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പാപമോചനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും നരകത്തിൽ നിന്ന് മോചിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ, അതിന് നാം വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കാരണം റമളാൻ എത്തിയത് കൊണ്ട് മാത്രം നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല, നരകമോചനം ലഭിക്കുകയില്ല. പാപമോചനത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എങ്ങാനും ഈ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ ദുനിയാവിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമായി എന്ന് വരില്ല. അടുത്തൊരു റമളാൻ വരണമെന്നുണ്ടെങ്കിൽ 11 മാസക്കാലം ഇനിയും നമ്മൾ കാത്തിരിക്കണം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമ്മൾ അന്ന് ജീവനോടെ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല. ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അനുകൂലമാക്കാൻ പറ്റിയ സാഹചര്യമാണോ അല്ലയോ എന്നും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാപമോചനം നേടിയിട്ടുണ്ട് ഞാൻ എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കണം. അഥവാ ജീവിത ചുറ്റുപാട് കൊണ്ട് പരിശുദ്ധ റമളാനായിട്ട് പാപമോചനത്തിലേക്ക് തിരിയാൻ, അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്ക് തിരിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇനി അവശേഷിക്കുന്ന ഈ മണിക്കൂറിലെങ്കിലും
ആ പാപമോചനത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോൾ കേവലം ഒരു നോമ്പ് നോൽക്കുക എന്നുള്ളത് മാത്രമല്ല നോമ്പ് കൊണ്ട്, റമളാൻ കൊണ്ട് സ്രഷ്ടാവായ റബ്ബ് ഉദ്ദേശിക്കുന്നത്, ലക്ഷീകരിക്കുന്നത്. മറിച്ച് അടി മുതൽ മുടി വരെ മനുഷ്യനെ മാറ്റം വരുത്താനാണ്. അവന്റെ സ്വഭാവങ്ങളിൽ, അവന്റെ പെരുമാറ്റങ്ങളിൽ, അതുപോലെ തന്നെ നിഖില മേഖലകളിൽ അതെല്ലാം നാം സ്വായത്തമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തി അള്ളാഹുവിന്റെ പ്രീതിയിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിർബന്ധമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിസ്കാരാദി കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അത് ഇനി നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താന്തോന്നികളായി നമുക്ക് തോന്നിയതുപോലെ മറ്റുള്ളവരുടെ കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യത്തിൽ പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നിലക്ക് പരിശുദ്ധമായ ദീനിൽ നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നാട്ടിനോ നാട്ടുകാർക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന മദ്യ, മയക്കുമരുന്ന്, ലഹരി ഉപയോഗങ്ങൾക്ക് നമ്മൾ അഡിക്റ്റായിട്ടുണ്ടെങ്കിൽ, അതിനടിമയായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലക്ക് അതിൽ നമ്മൾ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പതിയെ പിന്മാറിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു സാഹചര്യത്തിലേക്ക്, പുതിയൊരു ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ഈ റമളാൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി അതിനെ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ റമളാനിന്റെ തലേ ദിവസം, അതായത് നാളെ റമളാൻ ആണെങ്കിൽ ഇന്ന് ചെയ്ത ഒരു ഉപദേശമുണ്ടായിരുന്നു. ആ ഉപദേശത്തിൽ പരിശുദ്ധമായ നോമ്പ് കൊണ്ടൊരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും എന്തിനാണ് നോമ്പ് എന്നതിനെക്കുറിച്ചും ഒക്കെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. സഹനം പഠിപ്പിക്കുവാൻ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കാൻ, സഹജീവികളോട് കാരുണ്യം കാണിക്കാൻ, അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളെ കണ്ടറിയാൻ, രോഗികളെ പരിചരിക്കാൻ, അതുപോലെ അന്നമില്ലാത്തവർക്ക്, അശരണരായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് അഭയം നൽകാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ റമളാൻ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ റമളാൻ നമുക്ക് പാഠമാകുന്നു എന്നാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നാം ആ തരത്തിലേക്ക് നമ്മുടെ നോമ്പിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അവസാനത്തെ ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ മനുഷ്യരാണ്, ദൈവത്തിന്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ പ്രീതിയിൽ ശിഷ്ടകാലം ജീവിക്കുകയും ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്ന സമയത്ത് ആർക്കും ഒരു പരിഭവമില്ലാതെ, പ്രയാസമില്ലാതെ, ഒരു ജീവജാലങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന, നന്മ പറയുന്ന, നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.